നമ്മെ ആണവായുധ വക്കിലേക്ക് തള്ളിവിടുന്നു. ഇറാൻ എന്നേക്കുമായുള്ള യുദ്ധം നടത്തുകയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാനിൽ ഇസ്രായേൽ ആണവാക്രമണം ഉണ്ടായാൽ ഇസ്രായേലിനെതിരെ ആണവാക്രമണം നടത്തുമെന്ന് പാകിസ്ഥാൻ ഉറപ്പു നൽകിയിരുന്നു എന്ന ഇറാന്റെ ധീരമായ അവകാശവാദം പാകിസ്ഥാൻ നിഷേധിച്ചു. ജൂൺ 16 മുതൽ 17 വരെ കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. G7 ഉച്ചകോടി ചർച്ചകൾക്കിടെ നേരത്തെ മടങ്ങി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ഇസ്രായേൽ യുദ്ധം കനക്കുന്ന സാഹചര്യത്തോടെയാണ് തീരുമാനം. ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നതിനിടെ ടെഹ്റാനിലെ 3 ലക്ഷം ആളുകളോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ ഉത്തരവിട്ടു. ട്രംപിന്റെ മുന്നറിയിപ്പിന് ശേഷം എണ്ണവില കുതിച്ചുയർന്നു. ദേശീയ സുരക്ഷാ ജീവനക്കാരുമായി സിറ്റുവേഷൻ റൂം മീറ്റിംഗ് വിളിച്ച് ട്രംപ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കലാശക്കൊട്ട്. പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. വോട്ടെടുപ്പ് മറ്റന്നാൾ. സംസ്ഥാനത്തെ 8 മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്.